ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂട് സമയത്ത് എന്തും നമുക്ക് ഉണക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇപ്പം ഞാനിവിടെ വേപ്പിലയാണ്, ആര്യ വേപ്പില കുറേ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൊമ്പ് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ നിറയെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇല ഒന്ന് പോലും കളയാതെ നന്നായി 2-3 വട്ടം കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് അതിൽ വെള്ളം എല്ലാം തന്നെ വാർത്തെടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ നമ്മളിട്ടിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഇതിനൊന്ന് ഉണക്കിയെടുക്കാനാണ് കേട്ടോ പോകുന്നത്. ഞാനിപ്പോൾ ഈ വെയിൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് വേപ്പിലയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഞാൻ തുളസി ഇലയും ഈ ഒരു രീതിയിൽ ഇതാണ്ടിൽ വലിച്ച് അതിൻ്റെ നല്ലോണം കഴുകി ഇലയെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് അതും ഞാൻ ഇതുപോലെ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മൈലാഞ്ചി ഇലയും നമുക്കിതുപോലെ മൈലാഞ്ചിയുടെ ചെടിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെന്നയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പം നമുക്കിതാ 2 ദിവസം ആകുമ്പോഴേക്കും ഇപ്പോൾ തുളസി ആണെന്നുണ്ടെങ്കിലും വേപ്പും രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് മിക്സാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ രണ്ടും നല്ല പോലെ തന്നെ നമുക്ക് ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്പി കൊടുക്കുമ്പോൾ തന്നെ നല്ല പോലെ തന്നെ അത് പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആദ്യം കൈ കൊണ്ട് നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കുക. നന്നായി ഒന്ന് എല്ലാം ഒന്നിങ്ങനെ പൊടിഞ്ഞ് അതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറ് നന്നായി തന്നെ ഒന്ന് തുഴച്ചെടുക്കുക കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പറ്റില്ല. അതിന് ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളിത് ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഞാനിപ്പോൾ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ജാറായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് കിട്ടാൻ നമുക്ക് ചെറിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് പഴയൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ നമുക്കിതുപോലെ തുളസിയും അതുപോലെ ആര്യവേപ്പിലയൊക്കെ കിട്ടുമ്പോൾ നമ്മളിതുപോലെ ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലം കഴിയുന്നത് വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി കുറച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കസ്തൂരി മഞ്ഞളും കൂടെ ഞാനിതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ഇതുപോലെ ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ് ഇതുപോലെ മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളതൊരു ബോക്സിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. വളരെ നല്ലതാണ് കേട്ടോ. തുളസിയും അതുപോലെ ആര്യവേപ്പിലയും മഞ്ഞളും നമ്മളത് ഡെയിലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖക്കുരു വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കത് റിലീഫ് കിട്ടുകയും ചെയ്യും. അതുപോലെ മുഖക്കുരു വന്നിട്ട് അതിൻ്റെ പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കറുത്ത പാടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനും, അതുപോലെ നമ്മൾ ആര്യവേപ്പില ചേർക്കുന്നത് കൊണ്ട് മുഖം നല്ല ബ്രൈറ്റ്നെസ് ആവാനും ഒക്കെ ഹെൽപ്പാക്കും. അപ്പോൾ നമുക്കിത് മാർക്കറ്റിലൊക്കെ ഇതുപോലെ പാക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്കിത് ഓർഗാനിക്കായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് മുഖത്ത് പിമ്പിൾസ് ഒന്നും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിലും ഇത് ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പിമ്പിൾസ് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ആര്യവേപ്പില. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആര്യവേപ്പിലയും തുളസിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ നമുക്ക് കട്ട തൈര് ഉണ്ടാക്കിയെടുക്കാനായിട്ട് മാക്സിമം നമ്മളിതുപോലെ മൺചട്ടിയിൽ ഉറയൊഴിച്ച് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളിത് മൺചട്ടിയിൽ കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട്. പുളിച്ച തൈര് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇളം ചൂടുള്ള പാല് നമ്മളിതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ട തൈര് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ മാക്സിമം മൺചട്ടിയിലാക്കണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ കട്ടിയായിട്ട് നമുക്ക് തൈര് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ നന്നായി ഒന്ന് കട്ട് ചെയ്ത് കഴുകി നമ്മളൊന്ന് ഒരു അരിപ്പയിലോട്ടിട്ട് അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ കുക്കറിലേക്ക് ഇടാൻ. നോർമലി നമ്മൾ എപ്പോഴും ബീഫ് കുക്കറിൽ വേവിക്കുമ്പോൾ അതിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ്, നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ വേവിച്ചെടുക്കാറ്. നമ്മൾ അതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ വെള്ളം ഊർന്നു വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ എപ്പോഴും വേവിക്കുക. നമ്മൾ ബീഫ് ബിരിയാണിയൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബീഫ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നല്ലോണം തന്നെ 1-2 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നന്നായി തന്നെ നമ്മൾ ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം നമുക്ക് നന്നായി കിട്ടും. ആ വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ട് ബിരിയാണി വെക്കാനായിട്ട് നമ്മൾ വെള്ളം അളന്നൊഴിക്കുമല്ലോ, അത് നമ്മൾ ഈ ബീഫ് വേവിച്ച വെള്ളം അളന്നൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പും ഒക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണിക്ക്.
അപ്പോൾ നിങ്ങൾ ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ മട്ടൺ ബിരിയാണിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മട്ടണും ബീഫിനൊക്കെ കുറച്ച് നല്ല വേവുള്ളത് കൊണ്ട് നമ്മളത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ബിരിയാണി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി വെക്കുന്ന ബിരിയാണിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ്, ഞാൻ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഉപ്പും അതേ സെയിം അളവിൽ തന്നെ ബേക്കിംഗ് സോഡയും പിന്നെ അതേ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിൽ പാത്രങ്ങളെല്ലാം കഴുകി നമ്മൾ അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കും. അതിനുശേഷം നമ്മൾ സിങ്കിനകത്ത് ഈ ഒരു പൗഡർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു പൗഡർ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി സിങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് സിങ്ക് മൊത്തത്തിൽ ഒന്ന് അഴുക്കായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് എടുക്കുക, കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒരു സ്ക്രബ്ബറിലാക്കിയിട്ട് നമ്മളൊന്ന് തേച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ഇല്ല നമ്മുടെ വീട്ടിൽ കാലി ടൂത്ത് പേസ്റ്റ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. അതിൻ്റെ നമ്മൾ ബാക്ക് വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അത്യാവശ്യം ടൂത്ത് പേസ്റ്റ് ഉണ്ടാവും. അതാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് കേട്ടോ. അത് എടുത്തിട്ട് ഈ സിങ്ക് മുഴുവനായി തന്നെ തേച്ച് വരച്ചൊന്ന് വൃത്തിയാക്കുക. നമ്മൾ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് സിങ്കും അതുപോലെ തന്നെ സ്റ്റീൽ ടാപ്പും ഒക്കെ വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ മുഴുവനായി എല്ലാവരുടെയും തേച്ച് വരച്ചതിന് ശേഷം തിളച്ച വെള്ളം, തിളച്ചതല്ല നല്ല ചൂടുള്ള വെള്ളം കേട്ടോ, ചൂടുള്ള വെള്ളം ആ സിങ്കിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ കഴുകിയിട്ടുള്ള ഭാഗം എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി അകത്തേക്ക് പോകുമ്പോൾ സിങ്കിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ ഇത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ മാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ 15 ദിവസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇതുപോലൊന്ന് രാത്രി സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിങ്ക് ബ്ലോക്ക് ആവുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചൂടുള്ള വെള്ളമാണല്ലോ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിങ്കിൽ ടാപ്പും കൂടെ തുറന്ന് വിട്ടിട്ട് മുഴുവനായിട്ടൊന്ന് ഇതാക്കുക കേട്ടോ. ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കേണ്ട, ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റും നമ്മളൊന്ന് കഴുകി നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സിങ്ക് നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. രാത്രി സമയത്ത് നമ്മൾ പാത്രങ്ങൾ മാത്രം കഴുകി വെച്ചിട്ട് നമ്മൾ പോയി കിടക്കാതെ ഇതുപോലെ സിങ്കും കൂടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ കിച്ചൺ മുഴുവനായി നല്ല ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാനും അതുപോലെ നല്ലൊരു ഉന്മേഷം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സിങ്ക് നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, സവോളയൊക്കെ നമ്മൾ ഡെയിലി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു സവോളയെങ്കിലും നമ്മൾ എടുക്കാതിരിക്കില്ല. അപ്പോൾ ഈ സവോള എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മേലത്തെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ കുറച്ചും കൂടി ചേർത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ കത്തി യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് വരഞ്ഞ് ഇങ്ങനെ കുത്തി വരഞ്ഞ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് സവോളയുടെ നീരൊക്കെ നമുക്ക് അത്യാവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ സിങ്കിൻ്റെ ചുറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. സിങ്കിൻ്റെ മാത്രമല്ല, നമുക്ക് വാഷ് ബേസിൻ്റെയും ഒക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിൽ അധികം പാറ്റകളൊക്കെ വരാറുണ്ട്. ആ പാറ്റ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പാറ്റ മാത്രമല്ല, ചെറിയ പഴുതാരയൊക്കെ നമുക്ക് ഈ സിങ്കിനകത്ത് കൂടെ ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. ആ വരുന്നതൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അതുപോലെ സിങ്ക് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഈ ഉള്ളിയോ അല്ലെങ്കിൽ സവോളയുടെ നീര് യൂസ് ചെയ്തിട്ടൊന്നും ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡിലൊക്കെ തുരുമ്പ് വരുന്നതൊക്കെ, നമുക്ക് നനവ് വന്നിട്ട് തുരുമ്പ് വരാറുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും അങ്ങനെ വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പാക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മളിതിനകത്ത് ഇതുപോലെ ആ സ്ലീവിനകത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടെ വരുന്ന പാറ്റയാണോ ഉറുമ്പാണെന്നുണ്ടെങ്കിലും ഒക്കെ വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങൾ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാൻ നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.